യേശുവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തിന് മഹത്വം നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. ഹാലേലൂയ ഹാലേലൂയ. നന്ദി പിതാവേ, നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നേനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാൻ അടിയന്റെ ജീവിതത്തിലും ദൈവം തന്ന അവസരത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തൂല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതലിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. പരാമരുന്ന ആപത്ത് അനർത്ഥങ്ങളിൽ നിന്ന്, രോഗങ്ങൾ പ്രയാസങ്ങളിൽ നിന്നൊക്കെയും കർത്താവ് വിടുവിച്ച് ആയുസ്സോടും ആരോഗ്യത്തോടും നിർത്തിയ ദൈവത്തിന്റെ കൃപകൾക്കായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ പൽക്കാലവും സർവശക്തനായ ദൈവത്തിന്റെ കരത്തിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കൂടെ ഉള്ള കർത്താവ് നമ്മെ കൈവിട്ടു പോകുന്ന ഒരു കർത്താവല്ല. നമ്മുടെ ജീവിതത്തിന്റെ ഏത് പ്രയാസഘട്ടത്തിലും കർത്താവ് കൂടെയുണ്ട്. നമ്മൾ തനിച്ചല്ല. ഹല്ലേലൂയ. ആ ഒരു ഉറപ്പും ആ ഒരു ധൈര്യത്തോടും ആ ഒരു വിശ്വാസത്തോടും കൂടി പ്രിയ ദൈവത്തിലെ ചുവടുകൾ വയ്ക്കുക. നിന്റെ കാലുകൾ ഇടറിപ്പോകുക ദൈവം ഒരു നാളും സമ്മതിക്കത്തില്ല. അങ്ങനെയെങ്കിൽ ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. ഈ പൽക്കാരവും ദൈവം നമ്മെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. പ്രശ്നങ്ങളുടെ നടുവിൽ നിരാശപ്പെട്ടു പോകാതെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയ നീ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. 34 സങ്കീർത്തനത്തിൽ 5 വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതര് അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇവിടെ തിരുവചനത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നു, ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയവ ലജ്ജിച്ചു പോയില്ല എന്നല്ല നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നത്, ദൈവത്തിങ്കിലേക്ക്. സ്തോത്രം. അപ്പൊ നമ്മളെ നോട്ടം, ഹല്ലേലൂയ, ഈ പ്രഭാതത്തിൽ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ മുമ്പിൽ കാണുമായിരിക്കാം. പക്ഷേ നാം മനുഷ്യരിലേക്ക് നോക്കാതെ നമ്മുടെ ഏത് പ്രതിസന്ധിയുടെയും പ്രയാസങ്ങളുടെയും നടുവിലേക്ക് ദൈവം മുഖത്തേക്ക് നാം നോക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. നാം ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കില്ല. നമ്മുടെ മുഖം പാടുവാനായിട്ട് ദൈവം അനുവദിക്കത്തില്ല. ആ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിനകത്ത് ഈ പകൽക്കാലം ഉണ്ടാകുവാനായിട്ട് ഇടയായി തീരട്ടെ. ദൈവത്തിലേക്ക് വിശ്വാസത്തിലേക്ക് നോക്കുന്ന പ്രത്യാശിക്കുന്നവരുടെ ജീവിതത്തെ ദൈവം പ്രകാശമാക്കി തീർക്കുവാനായിട്ട് ഇടയായിത്തീരും. അവർ ഒരിക്കലും ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. വചനത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കും, നീ എന്റെ ദീപത്തെ കത്തിക്കുക, എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കി തീർക്കും. പ്രിയ ദൈവങ്ങൾ, നമ്മുടെ ജീവിതം പ്രകാശപൂർണമായി തീർന്നമോ നാം എന്ത് ചെയ്യണം? ദൈവത്തിലേക്ക് നോക്കുവാനായിട്ട് ഇടയായി തീർണമെന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. കഷ്ടതയുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ നാം അകപ്പെട്ടു പോകുമ്പോൾ മനുഷ്യരുടെ സഹായത്തിനായിട്ട് മനുഷ്യരിലേക്ക് നാം നോക്കാതെ വണ്ണം പ്രാർത്ഥനയോടുകൂടി, വിശ്വാസത്തോടുകൂടി, പ്രത്യാശയോടുകൂടി ദൈവത്തിലേക്ക് നാം നോക്കുവാൻ ഈ പകൽക്കാലം തയ്യാറാകുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും നിന്നെ ജയിപ്പിക്കുവാനായിട്ട് ഇടയത്തിരും. അത് മാത്രമല്ല, ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത ഒരു ദൈവിക സമാധാനം, സന്തോഷം ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്യുവാനായിട്ട് ഇടയത്തിരും. നമുക്കറിയാം, പ്രശ്നങ്ങളുടെ മധ്യ നാം പലരെ ആശ്രയിക്കുക, പലരിൽ നിന്ന് ഒരു വിടുതൽ ലഭിക്കുമെന്ന് വിചാരിച്ച് നാം നോക്കുവാനായിട്ട് ഇടയെത്തിരുമ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് വേദനകൾ കടന്നു വരാം, പ്രയാസങ്ങൾ കടന്നു വരാം. പക്ഷേ അവിടെ നമുക്ക് സമാധാനം ലഭിക്കണമെന്നില്ല, സന്തോഷം ലഭിക്കണമെന്നില്ല. ഉള്ള സന്തോഷം സമാധാനം കൂടെയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നിരിക്കാം. പക്ഷേ ഈ പകൽക്കാലം പ്രശ്നങ്ങളുടെ മധ്യത്തിലാണോ കടന്നു പോകുന്നത്? ഭാരങ്ങളുടെ മധ്യത്തിലാണോ നീ കടന്നു പോകുന്നത്? പ്രിയ ദൈവമക്കളെ, നിനക്ക് നോക്കാൻ ഒരേ ഒരു ഇടമെന്ന് പറയുന്നത് ആ യേശു കർത്താവിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കുക. സ്തോത്ര. ഹല്ലേലൂയ. ഒത്തിരി നീ പലയിടത്തും നോക്കിക്കാണുമായിരിക്കാം, പലരിൽ നിന്ന് വിടുതൽ ലഭിക്കുമെന്ന് പ്രതീക്ഷയോടുകൂടി നിന്റെ കണ്ണുകൾ നോക്കി കാത്തിരുന്ന് കാണുമായിരിക്കാം, ക്ഷീണിച്ചു പോയ അനുഭവങ്ങൾ കാണുമായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, വിശ്വാസത്തോടുകൂടി, പ്രത്യാശയോടുകൂടി, സ്തോത്രം, നീ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഏത് വലിയ വിഷയമായിക്കൊള്ളട്ടെ, ഏത് അസാധ്യമായ വിഷയമായിക്കൊള്ളട്ടെ, നിന്റെ ഉള്ളിനകത്ത് ഒരു ദൈവിക സമാധാനത്തെ ദൈവം പകർന്നു തന്നുകൊണ്ട് നിന്നെ പ്രത്യാശയോടുകൂടി ഈ ലോകത്തിലെ ആർക്കും തന്നെ എടുത്തു കളയാൻ പറ്റാത്ത ആ ദിവ്യ സമാധാനത്തെയും സന്തോഷത്തെയും ദൈവം നിങ്ങളുടെ മേൽ പകരുവാനായിട്ട് ഇടയായിത്തീരുക. അതേ സ്തോത്രം, നീ പരാജയപ്പെടുവാനായിട്ട്
ദൈവം ഇടയാകത്തില്ല. നീ മറ്റുള്ള മുമ്പിൽ തല താഴ്ത്തി നിൽക്കാനായിട്ട് ദൈവം ഇടയാക്കത്തില്ല. നാം എന്ത് ചെയ്യണം? ദൈവത്തിങ്കിലേക്ക് നോക്കുക. തിരുവചനത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ അനേക ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആരൊക്കെ പ്രശ്നങ്ങളുടെ മധ്യത്തെ ദൈവമുഖത്തേക്ക് നോക്കിയോ അവരുടെ ജീവിതം ഒക്കെയും പ്രകാശമായി തീരുവാനായിട്ട് ഇടയെത്തുന്നു. അവരൊക്കെയും സ്തോത്ര ഹല്ലേലൂയ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയെത്തുന്നു. ദൈവത്താൽ മാനിക്കപ്പെടുവാനായിട്ട് ഇടയെത്തുന്നു. ദൈവത്താൽ ഉയർത്തപ്പെടുവാനായിട്ട് ഇടയെത്തുന്നു. അങ്ങനെ ഇന്ന് കടന്നു പോകുന്ന പ്രശ്നം ഹല്ലേലൂയ നിന്നെ തകർക്കുവാനായിട്ടല്ല. ഇന്ന് കടന്നു പോകുന്ന പ്രതിസന്ധി നിന്നെ തകർക്കുവാനായിട്ടല്ല. നിന്റെ മുഖം പ്രകാശമാക്കേണ്ടതിനായിട്ട് അതേ സ്തോത്രം നീ ദൈവത്തിങ്കിലേക്ക് നോക്കുവാൻ തയ്യാറാക്കുക. സ്തോത്ര ഹല്ലേലൂയ എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു എന്ന് പറയുന്നതിന്റെ നടുവേ നിന്നെ മാനിച്ചു ഉയർത്തുവാൻ കഴിയുന്ന ഒരു ഇടമുണ്ട്. ആ കർത്താവിലേക്ക് നീ നോക്കുവാൻ തയ്യാറാകാമോ? ഇവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി. ഒരു മനുഷ്യരിലേക്ക് നോക്കിയവരല്ല പ്രകാശിതരായെന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ദൈവത്തിങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. പ്രിയ ദൈവത്തിലെ ഈ പകൽക്കാലം നമ്മുടെ നോട്ടം ആ കർത്താവിലേക്ക് വയ്ക്കാമോ? സ്തോത്രം ഹല്ലേലൂയ. ഒത്തിരി തകർന്നിരിക്കുന്ന അനുഭവത്തിലായിരിക്കാം ഈ ശബ്ദം കേൾക്കുന്നത്. ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാതെ ഭാരത്തിന്റെ അനുഭവത്തിലായിരിക്കും ആയിരിക്കുന്നത്. എല്ലാം തീർന്നു എന്ന് മറ്റുള്ളവർ ചുറ്റുപാടും നിന്ന് അപശ്രുതി പറയുന്നുണ്ടായിരിക്കാം. പക്ഷെ ഒരു നോട്ടം ദൈവത്തിങ്കിലേക്ക് വയ്ക്കാമോ? ഈ വിഷയത്തിനകത്ത് എന്ത് ചെയ്യുമെന്നും അറിയില്ല. പക്ഷേ ഞാൻ എന്റെ കണ്ണ് ദൈവത്തിങ്കിലേക്ക് ഉയർത്തുന്നു. ഹല്ലേലൂയ സ്തോത്രം. എന്റെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കി യഹോവയിൽ നിന്ന് വരുന്നു. പ്രിയ ദൈവമക്കളെ സ്തോത്രം. ഈ പകൽക്കാലം നമ്മുടെ നോട്ടം കർത്താവിലേക്ക് ആകട്ടെ. നിന്നെ ബലപ്പെടുത്തുവാൻ കഴിയുന്ന നിന്നെ പ്രശ്നങ്ങളുടെ നടുവിൽ പലരും നിന്നെ കുറ്റപ്പെടുത്തി മാറ്റി നിർത്തുമ്പോൾ നിന്നെ കുറ്റപ്പെടുത്താതെ വേണം നിന്നെ ചേർത്തണയ്ക്കുന്ന കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാമോ? സ്തോത്ര. പലരും നിന്നെ അകറ്റി നിർത്തുമ്പോൾ, പലരും നിന്നെ അവഗണിച്ച് മാറ്റി നിർത്തുമ്പോഴും നിന്നെ ചേർത്തണയ്ക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിന്റെ മുഖത്തേക്ക് പകൽക്കാലം ഒന്ന് നോക്കാമോ? സ്തോത്ര ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തെ മാറ്റുവാൻ കഴിയുന്ന സർവശക്തനായ കർത്താവ് നിന്റെ അരികത്തുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. ഇവിടെ കാണുന്നു അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഒരിക്കലും നീ ലജ്ജിപ്പ. നീ ദൈവത്തിന്റെ മുഖത്തെ വിശ്വാസത്തോടും പ്രത്യാശയോടും അതെ പ്രാർത്ഥനയോടും കൂടി ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടോ? നീ ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കുടുംബം ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തലമുറകൾ ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. നമുക്ക് തിരുവചനത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹന്നയെ കാണുവാനായിട്ട് സാധിക്കുന്നു. അവള് പെനീനയുടെ വ്യസനിപ്പിക്കുന്ന വാക്കുകളിലേക്ക് അവളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനകത്ത് നിരാശപ്പെട്ടിരിക്കുകയല്ല ചെയ്തത്. എൽക്കാനയുടെ ആശ്വാസത്തിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് അതിൽ ആശ്വാസം കണ്ടെത്തുവാനല്ല ശ്രമിച്ചത്. മറിച്ച് എന്ത് ചെയ്തു? അവ ദൈവത്തിങ്കിലേക്ക് കടന്നു വന്ന് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. ദൈവത്തിങ്കിലേക്ക് അവളെ മുഖം നോക്കിക്കൊണ്ട് അവിടെ ഹൃദയത്തെ ദൈവസനിലേക്ക് അങ്ങോട്ട് പകരുവാനായിട്ട് ഇടയെത്തുന്നപ്പോ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അവിടെ മുഖം പിന്നെ വാടിയതില്ല. ഹല്ലേലൂയ. നീ മാനുഷികമായ വാക്കുകളെ നോക്കിക്കഴിഞ്ഞാ, ചുറ്റുപാടും നിൽക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാ നിന്റെ മുഖം വാടിപ്പോകാം, നീ ക്ഷീണിച്ചു പോകാം, നീ തളർന്നു പോകാം, നീ നിരാശപ്പെട്ടു പോകാം. പക്ഷേ ദൈവത്തിന്റെ മുഖത്തേക്ക് പ്രശ്നങ്ങളുടെ നടുവിലേക്ക് നീ കടന്നു പോകുമ്പോ നീ ഓടിച്ചെന്ന് ദൈവത്തിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കുവാൻ തയ്യാറാക്കുന്നവയ്ക്ക് നിന്റെ മുഖം വാടാത്തവണ നിന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കത്തക്ക രീതി നിന്റെ സന്തോഷത്തെ നിനക്ക് തരുന്നൊരു ദൈവമുണ്ട്. നിന്റെ രട്ടിനെ അഴിച്ചു മാറ്റുന്നൊരു ദൈവമുണ്ട്. നിന്റെ വിലാപത്തെ നൃത്തമാക്കുന്നൊരു ദൈവമുണ്ട്. നിന്റെ ദുഃഖത്തെ സന്തോഷമാക്കുന്നൊരു ദൈവമുണ്ട്. അങ്ങനെ ഈ പ്രഭാതത്തിൽ പ്രിയ ദൈവ പൈതലെ സ്തോത്ര, ചില മാനസികമായ നോട്ടങ്ങളിലേക്ക്, ചില മാനസികമായിട്ടുള്ള ഹല്ലേലൂയ കരുതലിലേക്കുള്ള നോട്ടങ്ങളെ മാറ്റിയിട്ട് നിന്നെ സഹായിപ്പാൻ കഴിയുന്ന, നിന്നെ വിടുവിപ്പാൻ കഴിയുന്ന ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധി നിലവിളിക്കുവാൻ തയ്യാറാക്കുക. ദൈവത്തിന്റെ സന്നിധി നിന്റെ നിലവിളിയുടെ ശബ്ദം ഉയരട്ടെ. ദൈവത്തിന്റെ സന്നിധി നിന്റെ പ്രാർത്ഥന വർദ്ധിക്കട്ടെ. ദൈവത്തോടുള്ള വിശ്വാസം നിന്റെ ജീവിതത്തിൽ വർദ്ധിക്കുവാനായിട്ട് ഇടയെത്തരട്ടെ. അവിടെ നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ നടക്കുവാനായിട്ട് ഇടയെത്തരും. ഹല്ലേലൂയ. നിന്നെ നിന്ദിച്ചവർ കാണിക്കേ നിന്നെ അത്ഭുതമാക്കി നിർത്തുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ദൈവം സ്തോത്രം. നമുക്ക് തിരുവചനത്തിൽ കാണുന്നു. ദാനിയേലിന്റെ പുസ്തകത്തിൽ കടന്നു വരുമ്പോ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. എബ്രായർ ബാലന്മാർ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഈ ദൈവത്തെ മാത്രമേ സേവിക്കത്തുള്ളൂ. പ്രിയ ദൈവമക്കളെ, ഉറച്ചു നിന്ന് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയ എബ്രായർ ബാലന്മാരുടെ ജീവിതത്തെ മറ്റുള്ളവരുടെ മുമ്പൊക്കെ ദൈവം തകർത്ത് കളഞ്ഞില്ല. നമുക്ക് കാണുവാനായിട്ട്
കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ സ്തോത്രം, ഇവരുടെ ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് പറയത്തക്ക രീതിയെ ദൈവം അവരെ ഉയർത്തുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. അവർക്കൊരു കേട് പോലും പറ്റുവാൻ ഇടയാകാതെ വേണം ദൈവം അവരെ കരുതുവാനായിട്ട് ഇടയായി തീർന്നു. ഇതാ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത. ഹല്ലേലൂയ. നീ യഥാർത്ഥമായി ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ടെങ്കിൽ നിന്നെ ലജ്ജിപ്പിക്കാത്തൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതേ ദാനിയേലിന്റെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, എന്റെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ ആർക്ക് കഴിയും, നിന്നെ വിടിയിപ്പാൻ ആർക്ക് കഴിയുമെന്ന ചോദ്യവുമായിട്ട് രാജാവ് കടന്നു വരുമ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, ദാനിയേലിന്റെ പ്രാർത്ഥനാ ലൈഫ് മുടക്കിക്കളഞ്ഞില്ല. ദാനിയേൽ സ്തോത്രം നിരാശപ്പെട്ടു പോയില്ല. അവൻ ദൈവമുഖത്തേക്ക് നോക്കുവാനായിട്ടിടയെ തീർന്നു. പ്രശ്നങ്ങൾ ഒരു സൈഡിൽ വർദ്ധിക്കും പ്രിയ ദൈവപൈതലെ, പക്ഷേ നിന്റെ നോട്ടം മാറിപ്പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. മറ്റൊന്നിലേക്ക് ചാഞ്ഞു പോകരുത്. ആ ദൈവത്തിലേക്ക് തന്നെ നീ നോക്കി മുന്നോട്ട് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ഏത് സിംഹത്തിന്റെ വായെ അടച്ചുകൊണ്ട് നിനക്കെതിരെ കടിച്ചു കീറാൻ വരുന്ന ചിലതിന്റെ വായിൽ നിന്ന് നിന്നെ വിടിയിപ്പാൻ കഴിയുന്ന ഒരു കർത്താവ് ഉണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. ആ കർത്താവിനെ നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, സിംഹത്തിന്റെ വായെ അടപ്പിച്ചുകൊണ്ട് ദൈവം എന്ത് ചെയ്തു, ദാനിയേലിനെ വിടുവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതാ പ്രിയ ദൈവമക്കളെ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത. ആരൊക്കെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടോ അവരെ ദൈവം ലജ്ജിപ്പിച്ചിട്ടില്ല, അവരുടെ തല താഴ്ത്താൻ ദൈവം അനുവദിച്ചില്ല. അവര് കൂടി ദൈവനാമം ഉയർന്നിട്ടുണ്ട്. അവര് കൂടി എന്റെ ദൈവത്തിന്റെ നാമത്തെ മറ്റുള്ളവർ അറിയുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. പുതിയ ദൈവത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ബർത്തലോമായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവിടെ നിലവിളിക്കുവാനായിട്ട് ഇടയായി തീർന്നു. നിലവിളിയുടെ ശബ്ദം ഉയരുവാനായിട്ട് ഇടയായി തീർന്നപ്പോ പലരും അവനെ അമർച്ച ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു, അവനെ ശാസിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പക്ഷേ ആ ശാസനയെ വകവയ്ക്കാതെ വേണം അവൻ ഉച്ചത്തിൽ നിലവിളിക്കുവാൻ തയ്യാറായി. അധികം നിലവിളിച്ചു. ഹല്ലേലൂയ. ശബ്ദം ഉയരുവാനായിട്ട് ഇടയായി തീർന്നു. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ ആവശ്യബോധത്തോടെ കൂടി നീ ആയിരിക്കുന്ന പ്രശ്നങ്ങളുടെ നീ ചുറ്റുപാടും നോക്കട്ട, നീ അപ്പനോട് നീ ഉറച്ചു വിളിക്ക. നിന്റെ നിലവിളുടെ ശബ്ദം ഈ പൽക്കാലം പരിശുദ്ധാത്മ ഞാൻ വിളിച്ചു പറയട്ടെ, അതേ നിന്റെ നിലവിളുടെ ശബ്ദം ദൈവസന്നിധിയിൽ ഉയരട്ടെ. മനുഷ്യന്റെ മുമ്പിലല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഉയരേണ്ടത് ദൈവത്തിന്റെ സന്നിധിയിലെ നിന്റെ നിലവിളുടെ ശബ്ദം ഉയരുവാനായിട്ടിടയായി തീരുന്നുവെക്ക് ആ നിലവിളിയെ മറികടന്നു പോകാത്തൊരു കർത്താവുണ്ട്. സ്തോത്ര. പലരും നിന്നെ ഒതുക്കുവാനായിട്ട് നോക്കിയിരിക്കാം, പലരും നിന്നെ അമർച്ച ചെയ്യുവാനായിട്ട് നോക്കാം. പക്ഷേ പ്രശ്നത്തിൽ കൂടി കടന്നു പോകുന്ന ദൈവ പൈതലേ, നിന്റെ വിടുതന്റെ ടൈമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നീ ദൈവസന്നിധി വിളിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. അതേ നിന്നെ ശാസിച്ചവരുടെ മധ്യത്തിൽ ചെന്ന് കൈ നീട്ടി നിൽപ്പാൻ ദൈവം അനുവദിക്കില്ല. അവരുടെ മുമ്പാകെ പോയി തല കുനിച്ച് നിൽപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, ബർത്തലോമായുടെ അടുക്കിലേക്ക് കർത്താവ് നിന്നിട്ട് അവനെ വിളിച്ചിട്ട് ചോദിച്ച ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിലെ സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നീ യഥാർത്ഥമായി ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ എന്റെ കർത്താവിന്റെ ശബ്ദം നീ കേൾക്കുവാനായിട്ടിടയത്തിരും. ഹല്ലേലൂയ. നീ ഇപ്പോ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയല്ലോ. സ്തോത്ര. ഞാൻ എന്താ ചെയ്തു തരേണ്ടത് നിനക്ക്, ഞാൻ എന്ത് ചെയ്തു തരണമെന്ന് സ്തോത്ര. ഹല്ലേലൂയ. നീ ആഗ്രഹിക്കുന്നു എന്ന് ചോദിക്കുന്ന ഒരു ദൈവശബ്ദം. ഹല്ലേലൂയ. നമ്മെ ആശ്വസിപ്പിക്കുന്ന, ഹല്ലേലൂയ, നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മെ ധൈര്യപ്പെടുത്തുന്ന സ്തോത്രം. ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോ പ്രിയ ദൈവത്തിലെ നിന്റെ ജീവിതത്തിനകത്ത് അസാധാരണമായ ആർക്കും ഹല്ലേലൂയ ഇത് പലരെയും നോക്കിക്കാണുമായിരിക്കാം, പക്ഷെ അവിടെ നിന്ന് ലഭിക്കാത്ത ഒരു ദൈവിക സമാധാന, അതേ ഒരു ദൈവിക സന്തോഷം, ഹല്ലേലൂയ, ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത ഒരു ദൈവിക സമാധാനത്തെ കർത്താവ് നിന്റെ ഹൃദയത്തിനകത്തേക്ക് പകർന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അതേ നിന്റെ മുഖം പ്രകാശമായി തീരുവാനായിട്ട് ഇടയത്തില്ല. നിന്റെ മുഖം വാടിയതായിരിക്കാം പലരും കണ്ടത്. സ്തോത്ര. അതേ ഈ പകൽക്കാലം പക്ഷേ നീ പ്രശ്നം കൂടി മധ്യത്തിൽ കൂടി കടന്നു പോകുമ്പോഴും നിന്റെ മുഖം പ്രകാശമായി ഇരിക്കുന്നത് കാണുവാൻ പോക്കിയ. സ്തോത്ര. ഹല്ലേലൂയ. ആർക്കും കാരണം എന്താ, നിന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുക. നമ്മുടെ ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് നമ്മുടെ മുഖത്തും വായിക്കത്തൊക്കെ പുറപ്പെടുവാനായിട്ട് ഇടയത്തിരുന്നു. അപ്പോൾ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ കാണുമായിരിക്കാം, പക്ഷേ നിന്റെ ഹൃദയത്തിനകത്ത് ദൈവിക സമാധാനത്തെ ദൈവം നിറച്ച അതേ സ്തോത്രം നിന്റെ മുഖത്ത് പ്രകാശമായി തീരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അതേ സ്തോത്രം. മറ്റുള്ളവർ കാണുമ്പോ പ്രശ്നം
പ്രയാസങ്ങളുണ്ട്. പക്ഷേ ഹല്ലേലൂയ, പക്ഷേ ഇവരെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രകാശമായി തീരുന്നു. എവിടെ നിന്ന് ലഭിച്ചതാ ഈ പ്രകാശം? കർത്താവിൽ നിന്ന് ലഭിച്ചതാ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം നിരാശപ്പെട്ടു പോകാതെ, ആകുലപ്പെട്ടു പോകാതെ, തളർന്നു പോകാതെ, പ്രിയ ദൈവ പൈതലേ സ്തോത്രം. ഹല്ലേലൂയ. നീ ക്ഷീണിച്ചു പോകാതെ ഹല്ലേലൂയ ദൈവത്തിങ്കിലേക്ക് നോക്ക്. സ്തോത്രം. ഹല്ലേലൂയ. അതെ, പലരിലേക്ക് നോക്കിയില്ലേ, ചുറ്റുപാടിലേക്ക് നോക്കിയില്ലേ, പല മാനസിക വാക്കുകളിലേക്ക് നീ നോക്കിയില്ലേ. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ നിന്നൊക്കെയും നിന്നെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ കടന്നു വന്നു വയ്ക്കേ. അതേ സ്തോത്രം. നിന്നെ ചേർത്തണയ്ക്കുവാൻ കഴിയുന്ന, നിന്നെ തലോടുവാൻ കഴിയുന്ന, നിന്നെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്ന, നിന്റെ വിഷയത്തിന് പരിഹാരം തരുവാൻ കഴിയുന്ന ആ നസ്രേനായ യേശു കർത്താവിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കാമോ? സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തെ ഹല്ലേലൂയ. അതേ, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നവരുടെ അവസ്ഥകൾക്ക് ഈ പകൽക്കാലം മുതൽ ദൈവം മാറ്റം വരുത്തുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. നമ്മൾ വെറുതെ നോക്കുവാനല്ല സ്തോത്രം ഞാൻ പറഞ്ഞത്, വിശ്വാസത്തോടെ, പ്രത്യാശയോട് കൂടി ഹല്ലേലൂയ, അതേ, പ്രതീക്ഷയോട് കൂടി ഹല്ലേലൂയ ദൈവത്തേക്ക് നോക്കണം. സ്തോത്ര. ഹല്ലേലൂയ. പ്രതീക്ഷ കൈവിട്ട് കളയരുത്. സാധ്യതകളൊന്നും കാണത്തില്ലായിരിക്കാം, പക്ഷേ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ആ ഒരു പ്രതീക്ഷയോട് കൂടിയാണ് യായിറോസ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യേശുവിന്റെ അടുക്കിലേക്ക് കുഞ്ഞുമകൾ അത്യസന നിലയിലായിരിക്കുന്നു എന്ന് പറയുവാനായിട്ട് കടന്നു വന്നത്. പ്രിയ മക്കളെ സ്തോത്രം. യായിറോസിനെ ലജ്ജിപ്പാൻ ദൈവം അനുവദിച്ചില്ല. ഇതാ എന്റെ കർത്താവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. നീ സ്തോത്ര ഹല്ലേലൂയ പ്രശ്നങ്ങളുടെ നടുവിൽ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി വന്നു കഴിഞ്ഞാ പ്രിയ ദൈവത്തിലെ നീ ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. നീ നിരാശപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം നീ വരുമ്പോ പലരും നിന്നെ നോക്കുന്നുണ്ടായിരിക്കാം. അവരുടെ മധ്യത്തിൽ നിന്നെ ലജ്ജിപ്പിക്കാത്തൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതേ സ്തോത്ര. ഈ പകൽക്കാലം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിച്ചിട്ട് പറയാം, അപ്പായേ ഞാൻ അങ്ങിലേക്ക് നോക്കുന്നു, എനിക്ക് സഹായത്തിനായിട്ട്, എന്നെ ആശ്വസിപ്പിക്കേണ്ടതിനായിട്ട് കർത്താവിന്റെ കരം എന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടണമേ എന്ന് സ്തോത്രം. നമ്മുടെ ഭവനങ്ങളുടെ അകത്ത് സ്തോത്രം കർത്താവിന്റെ സന്നിധിയിലുള്ള നിലവിളുടെ ശബ്ദം ഉയരട്ടെ. നമ്മുടെ പ്രാർത്ഥന ലൈഫ് മാറട്ടെ. പ്രിയ ദൈവമക്കളെ സ്തോത്രം. നമ്മുടെ വിശ്വാസത്തിൽ ഒരു വർധന ഉണ്ടാകട്ടെ. സ്തോത്രം. ഞാൻ നോക്കിയത് ഒരു മനുഷ്യന്റെ മുഖത്തേക്കല്ല, എന്നെ വിടുവിപ്പാൻ കഴിയുന്ന ദൈവത്തിങ്കിലേക്കാണ് നോക്കിയത്. ആ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. എന്റെ ദൈവം എന്നെ മാനിക്കും. എന്റെ ദൈവം എന്നെ എന്റെ മഹത്വം, എന്റെ പരിചയം, എന്നെ തല ഉയർത്തുന്ന ദൈവം അത്രയെന്നാ കാണുവാൻ സാധിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, നിന്റെ തല ദൈവം ഉയർത്തും. നിന്റെ തല താണിപ്പാ ദൈവം അനുവദിക്കത്തില്ല. നീ ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ ഈ പൽക്കാലം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? സ്തോത്രം. ഹല്ലേലൂയ. പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ മനുഷ്യരിലേക്ക് നോക്കാതെ വേണം, ചുറ്റുപാടിലേക്ക് നോക്കാതെ വേണം, നിന്റെ മാളിക മുറിയിലേക്ക് കയറി ദൈവത്തിന്റെ മുഖത്തേക്കൊന്ന് നോക്കാമോ? അപ്പാ എന്നൊന്ന് വിളിക്കാമോ? സ്തോത്രം. ഹല്ലേലൂയ. അപ്പന്റെ മുഖത്തേക്കൊന്ന് നോക്കി കഴിയുമ്പോ പ്രിയ മക്കളെ തേജസ് നിന്റെ മേലേക്ക് വെളിപ്പെടുവാനിടയായിത്തീരും. നിന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുവാനിടയായിത്തീരും. സ്തോത്രം. ഒരു മനുഷ്യർക്കും നിന്റെ ഹൃദയത്തെ തണുപ്പിക്കാനായിട്ട് കഴിയത്തില്ലായിരിക്കാം. ഒരു മനുഷ്യർക്കും നിന്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കാൻ പറ്റാത്ത അതേ സ്തോത്രം ഹല്ലേലൂയ ആകുലതയുടെ മധ്യത്തിലായിരിക്കാം നീ ശബ്ദം കേൾക്കുന്നത്. പക്ഷേ നിന്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്ന, നിന്റെ മനസ്സിനെ സമാധാനത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്ന ആ കർത്താവിൽ നിന്റെ ഹൃദയത്തെ ഒന്ന് വിട്ടുകൊടുക്ക. ആ ദൈവമുഖത്തേക്ക് ഒന്ന് നോക്ക്. സ്തോത്ര. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തെ ഹല്ലേലൂയ. പ്രിയ മക്കൾ, വേറെ ഒരിടത്തും പോയാലും നമുക്ക് സ്തോത്ര സമാധാനം ലഭിക്കത്തില്ല. സ്തോത്ര. അല്പസമയം ചിലപ്പോ സമാധാനം ലഭിച്ചെന്നിരിക്കും. പക്ഷേ നിന്റെ ജീവിതത്തിലെ സമാധാനം നിലനിൽക്കണമോ, സന്തോഷം നിലനിൽക്കണമോ, ആ ദൈവമുഖത്തേക്ക് നോക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് വചനത്തിൽ പറഞ്ഞ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിന്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടി ദൈവത്തോട് അറിയിക്കത്ര വേദ എന്ന സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നിന്റെ ഹൃദയത്തിൽ മേൽ പകരുവാനിടയത്തിൽ ദൈവം പകർന്നു തരുന്നതാ. അതിന് ആർക്കും എടുത്തു കളയാൻ കഴിയില്ല. സ്തോത്രം. ദൈവം നിന്റെ മേൽ ചിലതിനെ പകർന്നു തന്ന, ദൈവം നിന്റെ മേൽ സമാധാനത്തെ പകർന്നു തന്ന, ദൈവം നിന്റെ മേൽ സ്തോത്രം ആ തേജസ്സിനെ പകർന്നു തന്ന, അതിനെ ഈ ലോകത്തിൽ ആർക്കും തന്നെ എടുത്തു കളയാനിട്ട് കഴിയില്ല. അങ്ങനെ ഈ പ്രിയ ദൈവമക്കളെ
സ്തോത്രം. ഈ ലോകത്തിലേക്കുള്ള നോട്ടങ്ങളെ മാറ്റിയിട്ട് നമുക്ക് ദൈവത്തിലേക്ക് ഈ പകൽക്കാലം ഇതൊന്ന് നോക്കുവാൻ നിനക്ക് കഴിയുമോ? നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, എല്ലാം തകർന്നു നിൽക്കുന്ന അനുഭവത്തിലായിരിക്കാം, എല്ലാം കൈവിട്ടു പോയി ഹല്ലേലൂയ എന്ന് തോന്നുന്ന ഒരു അനുഭവത്തിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്ന സ്തോത്ര. വഴിവഴിപ്പിന്റെ അനുഭവത്തിലായിരിക്കാം നിൽക്കുന്നത്. ആരോടും നിനക്ക് ഒന്ന് ഹൃദയം തുറന്ന് പറയാൻ കഴിയാത്ത ഒരു അനുഭവത്തിൽ കൂടി ആയിരിക്കാം നീ കടന്നു പോകുന്നത്. പക്ഷേ നിന്റെ ഹൃദയത്തെ പകരുവാൻ കഴിയുന്ന, അതേ സ്തോത്രം, നിന്റെ വിഷയത്തെ ഏൽപ്പിക്കുവാൻ കഴിയുന്ന ഒരിടമുണ്ട്, കർത്താവിന്റെ പാദപീഠം. ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്ക് സ്തോത്രം. മനുഷ്യരോട് നിന്റെ വിഷയങ്ങളെ ചെന്ന് പറഞ്ഞ പലയിടത്തേക്കും അത് പറഞ്ഞ്, അതേ സ്തോത്ര, പ്രശ്നങ്ങളെ വർദ്ധിപ്പിച്ചെന്നിരിക്കാം. അത് നിന്റെ കാതുകളെ കേൾക്കുമ്പോ നിനക്ക് വിഷാദവും വിഷമവും സങ്കടവും ഒക്കെ വന്നെന്നിരിക്കാം. പക്ഷേ ആരോടും പറയാത്ത, അതേ നിന്റെ പ്രശ്നത്തിന് പരിഹാരം തരുന്ന ഒരേ ഇടമെന്ന് പറയുന്നത് എന്റെ കർത്താവിന്റെ പാദപീഠമത്രേ. ആ കർത്താവിങ്കിലേക്കാ നോക്കുവാനായിട്ട് പറഞ്ഞത് സ്തോത്ര. ആ കർത്താവിങ്കിലേക്ക് തിരിയുവാനാ പറഞ്ഞത്. അങ്ങനെക്ക് സ്തോത്രം, നിന്റെ മുഖം പ്രകാശമായി തീരണമോ, നിന്റെ ജീവിതം ലജ്ജിക്കാതെ ഇരിക്കണമോ സ്തോത്രം, ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്ക് സ്തോത്രം. പ്രശ്നങ്ങളുടെ മധ്യത്തെ നിരാശപ്പെട്ടു പോകാതെ, ആകുലപ്പെട്ടു പോകാതെ, പ്രിയ ദൈവ പൈതലേ, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ തയ്യാറാക്ക്. നീ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്തുതിക്കുന്നു. ഈ ശബ്ദം ശ്രവിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങളിൽ തരുന്നു. അപ്പൊ ആ പ്രശ്നങ്ങളുടെയും ഭാരങ്ങളുടെയും വേദനകളുടെയും മധ്യത്തിൽ കർത്താവേ, അവര് നിരാശപ്പെട്ടു പോകാതെ അപ്പന്റെ മുഖത്തേക്ക് നോക്കി കടന്നു വന്നിരിക്കുമ്പോ ഈ പകൽക്കാലം അവർ ലജ്ജിപ്പാൻ ഇടയാക്കരുതേ. അവരുടെ മുഖം പ്രകാശമായി തീരട്ട് കർത്താവേ. അവർ ഏതെല്ലാം വിഷയങ്ങളുടെ നടുവിൽ ഭാരത്തോടെ ആയിരിക്കുന്നുവോ, ഏതെല്ലാം പ്രതിസന്ധിക്കൂടെ അകത്തൂടെ കടന്നു പോകുന്നുവോ, എന്റെ അപ്പായേ സ്തോത്ര ഹല്ലേലൂയ. അവരെ ലജ്ജിപ്പിക്കാത്ത ദൈവം ഹല്ലേലൂയ. അവരെ തല ഉയർത്തുന്ന ദൈവത്തിന്റെ കരം ഹല്ലേലൂയ. ഈ പകൽക്കാലം അവരായിരിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ മഹത്വം കർത്താവേ അപ്പാ അങ്ങ് വെളിപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അപ്പാ, സമാധാനമില്ലാത്തവർക്ക് സമാധാനം ലഭിക്കട്ടെ കർത്താവേ. കഷ്ടതയുടെ വേദനയുടെ മധ്യത്തിലായിരിക്കുന്നവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി തീരട്ടെ കർത്താവേ. ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങളുടെ നടുവിൽ കൂടി കടന്നു പോകുമ്പോ അതിനകത്തൊരു സൊല്യൂഷനെ ദൈവം തമ്പുരാൻ ഈ പകൽക്കാലം അവരുടെ മേൽ വെളിപ്പെടുത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിരന്തരം പ്രാർത്ഥനയോടും വിശ്വാസത്തോടും പ്രത്യാശയോടും അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന തന്റെ ജനത്തെ അങ്ങ് ആദരിക്കുമാറാകണമേ, അങ്ങ് മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്റെ ജനത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.